ഒർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 സഹകരണ നിയമ ഭേദഗതികളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 7ാമത്തെ ക്ലാസ് വരെ കഴിഞ്ഞിരിക്കുന്നു. അതിൽ സെക്ഷൻ 33 ഭേദഗതിയാണ് അവസാനമായിട്ട് നമ്മൾ കണ്ടത്. ഇന്ന് സെക്ഷൻ 34 ശേഷം ഒരു പുതിയ സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സെക്ഷൻ 34A എന്ന് പറയും. അത് 34ാമത്തെ സെക്ഷൻ നമുക്കറിയാം, സെക്യൂറിങ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ് എന്നുള്ളതാണ്. സെക്യൂറിങ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്, അതായത് രേഖകളും മറ്റും കൈവശപ്പെടുത്തലിനെ സംബന്ധിച്ചാണ്. അത് ആ സെക്ഷനിലെ മാറ്റമൊന്നുമില്ല. ആ സെക്ഷന് ശേഷം പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ സെക്ഷനാണ് 34A, അതായത് ഇൻസേർഷൻ ഓഫ് ന്യൂ സെക്ഷൻ 34A. ആഫ്റ്റർ സെക്ഷൻ 34 ദ ഫോളോയിങ് സെക്ഷൻ ഷാൽ ബി ഇൻസേർട്ടഡ്. 34 ശേഷം ഈ പുതിയ സെക്ഷനും കൂടെ കൂട്ടിച്ചേർക്കണം എന്നാണ്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ 34A എന്തിനെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ സഹകരണ ഭേദഗതിയെ പറ്റി നമ്മൾ ആദ്യം തന്നെ എൻ്റെ ഡെഫിനിഷനൊക്കെ പഠിച്ചപ്പോൾ, സെക്ഷൻ 2 മാറ്റങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, ഇതിനകത്ത് ആഡിറ്റ് പുതുതായിട്ട് നമുക്ക് അക്കൗണ്ട്സുകളെല്ലാം തന്നെ ഒരു ഏകീകൃത സോഫ്റ്റ്വെയറിൻ്റെ കീഴിലാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ കണക്കുകളുടെ ആഡിറ്റ് നടത്തുമ്പോഴും ഇതുപോലെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷനെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ 34A എന്ന് പറയുന്നത്. അതായത് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ. കണക്കുകളുടെ സൂക്ഷിപ്പ്, പൊതു സോഫ്റ്റ്വെയർ സ്വീകരിക്കൽ, കണക്കുകളുടെ സൂക്ഷിപ്പും പൊതുവായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സ്വീകരിക്കലും സംബന്ധിച്ചാണ് പറയുക. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൽ പ്രിപ്പയർ ആൻഡ് കീപ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് in the form in the generally accepted accounting principle for preparing profit and loss account and balance sheet, which enable double entry bookkeeping system as may be prescribed. അതായത് എല്ലാ സഹകരണ സംഘങ്ങളും നിർണ്ണയിക്കപ്പെട്ട പ്രകാരം ലാഭനഷ്ട കണക്കും അതുപോലെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിനും പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിംഗ് തത്വത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പാഠത്തിൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം സാധ്യമാക്കുന്ന തരത്തിൽ അക്കൗണ്ട് ബുക്കുകളും സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകളും തയ്യാറാക്കി സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ ലാഭനഷ്ട കണക്കും അതുപോലെ ബാലൻസ് ഷീറ്റും ഒക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിംഗ് തത്വം, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ, ഡബിൾ എൻട്രിയിൽ ഉള്ള തത്വം അനുസരിച്ച് സഹകരണ സ്ഥാപനങ്ങളിലെ ബുക്കുകളും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം തയ്യാറാക്കി സൂക്ഷിക്കണമെന്നാണ് അതിനകത്ത് ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട്, ദി രജിസ്ട്രാർ ഷാൽ ഇഷ്യൂ നെസസറി ഗൈഡ് ലൈൻസ് ഫോർ ഇൻസ്റ്റലേഷൻ, maintenance and use of common software to all cooperative societies as may be prescribed. എല്ലാ സഹകരണ സംഘങ്ങളിലേക്കുമുള്ള നിർണ്ണയിക്കപ്പെട്ട പൊതു സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപനവും സൂക്ഷിപ്പും ഉപയോഗവും സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ രജിസ്ട്രാർ നിർണ്ണയിക്കപ്പെട്ട പ്രകാരം പുറപ്പെടുവിക്കേണ്ടതാണ്. അപ്പോൾ പൊതുവായിട്ടൊരു എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും പൊതുവായിട്ടൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവരികയാണ്.
അപ്പോൾ ആ സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപനവും അതുപോലെ അതിൻ്റെ മെയിൻ്റനൻസും സൂക്ഷിപ്പും ഉപയോഗവും സംബന്ധിച്ചുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും രജിസ്ട്രാർ പുറപ്പെടുവിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് എ ടെക്നിക്കൽ സെൽ വിത്ത് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ടീം ആസ് പ്രിസ്ക്രൈബ്ഡ് ഷാൽ ബി എസ്റ്റാബ്ലിഷ്ഡ് in the office of the Registrar of Cooperative Societies in consultation with the government to inspect the security, reliability, data protection and other aspects connected with the software and hardware. അതായത് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട സുരക്ഷ, വിശ്വാസ്യത, ഡാറ്റാ സംരക്ഷണം, മറ്റ് സംഗതികളെല്ലാം പരിശോധിക്കുന്നതിനായി സർക്കാരുമായി കൂടിയാലോചിച്ച് നിർണയിക്കപ്പെട്ട പ്രകാരം പ്രൊഫഷണൽ ടെക്നിക്കൽ ടീം ഉൾപ്പെട്ട ഒരു ടെക്നിക്കൽ സെൽ രജിസ്ട്രാറുടെ ഓഫീസിൽ സ്ഥാപിക്കേണ്ടതാണ്. അപ്പോൾ എ ടെക്നിക്കൽ സെൽ വിത്ത് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ടീം as prescribed shall be established in the office of the Registrar of Cooperative Societies. അപ്പോൾ ഈ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഇതനുസരിച്ച് ഈ ഏകീകൃത സോഫ്റ്റ്വെയറിൻ്റെ നടത്തിപ്പിനായിട്ട് ഒരു ടെക്നിക്കൽ ടീം, പ്രൊഫഷണൽ ടെക്നിക്കൽ ടീം ഉൾപ്പെട്ട ഒരു ടെക്നിക്കൽ സെല്ല് രൂപീകരിച്ച് അത് രജിസ്ട്രാറുടെ ഓഫീസ് അതിൻ്റെ കേന്ദ്രീകരിച്ച് സ്ഥാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ സോഫ്റ്റ്വെയറും അതുപോലെ ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സുരക്ഷ, അതുപോലെ തന്നെ സെക്യൂരിറ്റി, റിലയബിലിറ്റി, വിശ്വാസ്യത, അതുപോലെ ഡാറ്റ പ്രൊട്ടക്ഷൻ, അതിൻ്റെ ഡാറ്റ സംരക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരുമായിട്ട് കൂടി ആലോചിച്ച് ഒരു പ്രൊഫഷണൽ ടെക്നിക്കൽ ടീം ഉൾപ്പെട്ട ഒരു ടെക്നിക്കൽ സെല്ല് രജിസ്ട്രാറുടെ ഓഫീസിൽ സ്ഥാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ കാര്യങ്ങളാണ് ഈ പുതുതായിട്ട് വന്നിട്ടുള്ള സെക്ഷൻ 34A പറയുക. അപ്പോൾ സെക്ഷൻ 34A എന്ന് പറയുന്നത് ഈ കോമൺ സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ഭേദഗതി ഏതിലാണെന്ന് നോക്കാം. ഇനി സെക്ഷൻ 36 ഭേദഗതി വന്നിരിക്കുന്നത്. 36 എന്ന് പറയുന്നത് 36A 36A എന്ന് പറഞ്ഞാൽ ചാർജ് ഓൺ മൂവബിൾ ഓർ റിമൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ബോറോവർ ബൈ ക്രിയേറ്റിംഗ് ഗഹാൻ, അല്ലേ? അതാണ് 36A എന്ന് പറയുന്നത്. ഗഹാൻ സൃഷ്ടിക്കുന്നതിൽ ഉള്ള കാര്യങ്ങളെ പറ്റിയാണ്. അതായത് മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടി, അത് 36A പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഉള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് in section 36A for the figures, words and symbol ചെറിയൊരു മാറ്റമേ ഉള്ളൂ ഇതിനകത്ത്. അതായത് 10 to 15 both inclusive, the figures, words and symbol 9 to 15 both inclusive and 19 to 28 both inclusive shall be substituted. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 36A എന്ന് പറയുന്ന ആക്റ്റിൽ ആ സെക്ഷനിൽ 36A എന്ന് പറയുന്ന സെക്ഷനിൽ 10 മുതൽ 15 വരെയുള്ള വകുപ്പുകളിൽ, അതായത് 10ഉം 15 ഉൾപ്പെടെ, അത് ഞാൻ ഇപ്പോൾ നിലവിലുള്ളതൊന്ന് പറയാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ 36A എന്ന് പറയുന്ന ആ ഭാഗം എടുക്കുക. അതായത് ചാർജ് ഓൺ മൂവബിൾ ഓർ റിമൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ബോറോവർ ബൈ ക്രിയേറ്റിംഗ് ഗഹാൻ ഉള്ള അതെടുക്കുക. അതിനകത്ത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ
in any other provisions of this act charge on mobile or immobile property of a borrower എന്നും പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനകത്ത് may be created by Gahan in respect of which the provisions of section 10 to 15 both inclusive of Kerala State Cooperative Agricultural and Rural Development Bank Act 1984 എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. അതിനകത്ത് ആ സെക്ഷൻ 10 to 15 എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ അതായത് 10ഉം 15ഉം രണ്ടും ഉൾപ്പെടെയുള്ളതാണ് 10 to 15. അത് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് 9 to 15 എന്നാക്കണം. 9 മുതൽ 15 വരെ, 9ഉം 15ഉം ഉൾപ്പെടെ. അതുകൂടാതെ അതിന് ശേഷം ഇതിനോടൊപ്പം തന്നെ 9 മുതൽ 15 വരെയും 19 മുതൽ 28 വരെയും, അതും രണ്ടും ഉൾപ്പെടെയാണ്, 19, 28 വകുപ്പുകളിലെ എന്ന് ചേർക്കണം. അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ട്, KCARDB ആക്ട് 1984 വകുപ്പുകളാണിത്. നമ്മുടെ KCS ആക്ടിലെ അല്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 10 തൊട്ട് 15 വരെ എന്നാണ്. അത് മാറ്റിയിട്ട് 9 തൊട്ട് 15 വരെയും 19 തൊട്ട് 28 വരെയും എന്ന് ആക്കിയാൽ മാത്രമേ അതിനകത്ത് മാറ്റങ്ങളുള്ളൂ. വേറെ അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല 36A. ഇനിയും പ്രധാനപ്പെട്ട മാറ്റം അടുത്തത് 56-ാം വകുപ്പാണ്. 56-ാം വകുപ്പിലെ സുപ്രധാനമായ മാറ്റമാണ്. നമുക്കറിയാം 56-ാമത്തെ വകുപ്പ് എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ് അല്ലേ 56-ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. 56-ാമത്തെ സെക്ഷൻ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, അതായത് അറ്റലാഭത്തിൻ്റെ വിഭജനത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷനാണ്. അതിനകത്ത് ഇൻ സബ്സെക്ഷൻ 1 ആഫ്റ്റർ ക്ലോസ് C the following clause shall be inserted, namely D എന്ന് പറഞ്ഞൊരു ക്ലോസ് അതിനകത്ത് വരിക. Credit 5% of net profit to the professional education fund maintained by registrar. അതാണ് ആദ്യത്തെ മാറ്റം. അതായത് 56-ാം വകുപ്പിലെ 1-ാം ഉപവകുപ്പിലെ C എന്ന് പറയുന്ന ക്ലോസിന് ശേഷം പുതുതായിട്ട് D എന്നും പറഞ്ഞൊരു ക്ലോസ് എഴുതി ചേർക്കണം. അത് അറ്റാദായത്തിൻ്റെ 5% രജിസ്ട്രാർ സൂക്ഷിച്ചു പോരുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് വകയിരുത്തേണ്ടതാണ്. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകൾ നമുക്കറിയാം, സഹകരണ സ്ഥാപനത്തിലെ നെറ്റ് പ്രോഫിറ്റ് ആദ്യമായിട്ട് വിഭജിക്കുമ്പോൾ 56-ാം വകുപ്പ് അനുസരിച്ച് വിഭജിക്കുമ്പോൾ ആദ്യമായിട്ട് അതിനകത്ത് പറയുന്നത് 15%, നോട്ട് ലെസ് ദാൻ 15% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ദ റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ടിലേക്ക് 15% കുറയാത്ത തുക വകമാറ്റണം. ആദ്യം അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് സച്ച് പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് നോട്ട് എക്സീഡിങ് 5% ടു ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് 5% അധികരിക്കാത്ത തുക വകമാറ്റണം. പിന്നെ മൂന്നാമതായിട്ട് 10% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. അപ്പോൾ നിലവിൽ ഇത് മൂന്നുമാണ് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകൾ: റിസർവ് ഫണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്. ഇനി ഒരെണ്ണം കൂടെ വരികയാണ് നാലാമതായിട്ട്. അത് നിലവിലുള്ളതാണത്. അതിനെ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടായിട്ട്, ഇപ്പോൾ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടായിട്ടാണ് നിൽക്കുന്നത്. ഏത്? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. അതിനെ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടാക്കുകയാണ്. അപ്പോൾ നിയമപരമായിട്ടും മാറ്റേണ്ട, നിർബന്ധമായും മാറ്റേണ്ട ഒരു ഫണ്ടാക്കി മാറ്റുന്നു. ഏത്? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. അത് എത്രയാണ്? 5%. അപ്പോൾ 5% ക്രെഡിറ്റ് 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ദ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ രജിസ്ട്രാർ. രജിസ്ട്രാർ സൂക്ഷിച്ചു പോരുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് അറ്റാദായത്തിൻ്റെ 5% മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി മുതൽ സെക്ഷൻ 56 അനുസരിച്ച് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ
സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകൾ 3 അല്ല 4 വരും. റിസർവ് ഫണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ട്, മെമ്പർലി ഫണ്ട്, നാലാമതായിട്ട് പുതുതായിട്ട് വരുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. അപ്പോൾ ഓരോന്നും എത്രയാണ് മാറ്റേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. 15% കുറയാതെ ആദ്യം റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. പിന്നെ അത് കഴിഞ്ഞാൽ 5% അധികരിക്കാത്ത എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റണം. 10% കോപ്പറേറ്റീവ് മെമ്പർലി ഫണ്ടിലേക്ക് മാറ്റണം. അതുകൂടാതെ 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റണം. ഇതാണ് 56 വന്നിരിക്കുന്ന ആദ്യത്തെ ഒരു മാറ്റം, ഒന്നാമത്തെ ഉപവകുപ്പിലെ മാറ്റം. ഇനി രണ്ടാമത്തെ ഉപവകുപ്പിലൊരു മാറ്റമുണ്ട്. അതായത് സബ്സെക്ഷൻ 2 ക്ലോസ് CC ഷാൽ ബി ഡിലീറ്റഡ്. അപ്പം ഇതിനകത്ത് CC എന്നും പറഞ്ഞൊരു രണ്ടാമത്തെ സബ്സെക്ഷനകത്ത് ABC കഴിഞ്ഞാൽ D ആണ്. അപ്പോൾ അത് C കഴിഞ്ഞാൽ അതിൻ്റെ താഴെ CC എന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ദ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ രജിസ്ട്രാർ. അത് ഇതുവരെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൽ കിടക്കുകയായിരുന്നു. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഈ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടിനെ പറ്റി പറയുന്നിടത്താണ്. അതാണ് രണ്ടാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത്. അതിലാണ് ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഉണ്ടായിരുന്നത്. അതിനി ഒഴിവാക്കണം. കാര്യം ഇപ്പുറത്തോട് കൊണ്ടുവന്നല്ലോ. അത് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടായിട്ട് ഇവിടെ വന്നു. D എന്ന് പറഞ്ഞ് പുതിയൊരു ക്ലോസിൽ വന്നു ഒന്നാമത്തെ സബ്സെക്ഷൻ. അതുകൊണ്ട് ഈ രണ്ടാമത്തെ സബ്സെക്ഷനിലെ CC എന്ന് പറയുന്ന ആ ക്ലോസ് അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യണം. രണ്ടാം ഉപവകുപ്പിലെ CC ക്ലോസ് വിട്ടുകളയുക, അത് ഒഴിവാക്കുക, അത് വേണ്ട. ഇനി 56A ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. അതാണ് അടുത്ത മാറ്റം. ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്, അതാണ് 56A. അതിനകത്ത് പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് of the society, it shall seek the prior approval from the registrar based on the resolution of the general body of the society എന്നാണ് മാറ്റേണ്ടത്. അതായത് പുതുതായിട്ട് ചേർത്താൽ മതി. അത് നിലവിൽ 56A ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റിൽ പറയുന്ന ആ ഭാഗം, ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ബൈ എ സൊസൈറ്റി through a sale by the sale officer or through any legal proceedings for realization of loan amount shall be disposed of by the society within 7 years from the date of acquisition with the prior sanction of general body and the registrar. അത് കഴിഞ്ഞിട്ട് ഒരു പ്രൊവിഷൻ താഴെ കൊണ്ടുവരികയാണ്. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് of the society, it shall seek the prior approval from the registrar based on the resolution of the general body of the society. അതായത് ഇങ്ങനെ വരും. എന്നാൽ സംഘങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സ്ഥാവര വസ്തുക്കൾ ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ ഇതിനായി സംഘം പൊതുയോഗത്തിൻ്റെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറിൽ നിന്ന് മുൻകൂർ അംഗീകാരം വാങ്ങേണ്ടതാണ്. എന്നാൽ സംഘങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സ്ഥാവര വസ്തുക്കൾ, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ ഇതിനായി സംഘം പൊതുയോഗത്തിൻ്റെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറിൽ നിന്ന് മുൻകൂർ അംഗീകാരം തേടേണ്ടതാണെന്ന്. ഇതാണ് 56A വന്നിട്ടുള്ള അമെൻഡ്മെൻറ്റ്. അടുത്തത് 57C ആണ്. 57 എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടാണ്. 57A എന്ന് പറയുന്ന ദ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. 57
ബിയിൽ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിനെ പറ്റി പറയുന്നു. 57 സിയിൽ കൺസോർഷ്യം ലെൻഡിങ് സ്കീമാണ്. അതിലാണ് ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത്. കൺസോർഷ്യം ലെൻഡിങ് സ്കീമിൽ ഇൻ സബ്സെക്ഷൻ 1 ആഫ്റ്റർ ദ വേർഡ്സ് പ്രൊവൈഡിങ് ലോൺസ് ഫോർ ദ വേർഡ്സ് പബ്ലിക് പർപ്പസസ് ആൻഡ് ഫോർ ഷാൽ ബി ഇൻസർട്ടഡ്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ദി ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കോൾഡ് ദ കൺസോർഷ്യം ലെൻഡിങ് സ്കീം ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ലോൺസ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ്. അപ്പോൾ പ്രൊവൈഡിങ് ലോൺസ് ഫോർ കഴിഞ്ഞിട്ട് ഈ പ്രൊവൈഡിങ് ലോൺസ് ഫോർ എന്നുള്ള ആ വാക്ക് കഴിഞ്ഞിട്ട് പബ്ലിക് പർപ്പസസ് ആൻഡ് ഫോർ ഷാൽ ബി ഇൻസർട്ട്. പബ്ലിക് പർപ്പസസ് എന്ന്, അതായത് പ്രധാന ആക്ടിൽ 57 സി വകുപ്പിലെ 1-ാം ഉപവകുപ്പിൽ സംഘങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന അതോറിറ്റികളുടെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും അടിസ്ഥാന സൗകര്യത്തിനായി എന്നീ വാക്കുകൾക്ക് പകരം പൊതു ആവശ്യങ്ങൾക്കായും സംഘങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന അതോറിറ്റികളുടെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായും എന്ന് ചേർക്കണം. പ്രൊവൈഡിങ് ലോൺസ് ഫോർ കഴിഞ്ഞിട്ട് പബ്ലിക് പർപ്പസസ് ആൻഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ബാക്കിയുള്ള അതുപോലെ വരും. ടു സൊസൈറ്റീസ്, ലോക്കൽ അതോറിറ്റീസ്, ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് ഓർ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഗവൺമെൻറ് ഗ്യാരണ്ടി സബ്ജക്റ്റ് ടു സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ സെറ്റ് സ്കീം. അപ്പോൾ അവിടെ പ്രൊവൈഡിങ് ലോൺസ് ഫോർ എന്ന് കഴിഞ്ഞാൽ ഇതും കൂടെ നമ്മൾ ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്ത്? പബ്ലിക് പർപ്പസസ് ആൻഡ് ഫോർ, അതായത് പൊതു ആവശ്യങ്ങൾക്ക് ആയും സംഘങ്ങളുടെ, പിന്നെ ആ നിലവിലുള്ളതാണ്, പൊതു ആവശ്യങ്ങൾക്കായും സംഘങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന അതോറിറ്റികളുടെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായും അത് നിലവിലുണ്ട്. അങ്ങനെ അപ്പോൾ പൊതു ആവശ്യങ്ങൾക്കായെന്നും കൂടെയാണ് അതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. പബ്ലിക് പർപ്പസസ് എന്നുള്ളതാണ്. അതാണ് അതിനകത്തെ ചെറിയൊരു വ്യത്യാസം. 57 സി കൺസോർഷ്യം ലെൻഡിങ് സ്കീമാണ് കണ്ടത്. പിന്നെ 57 ഇയും കൂടെ നമുക്ക് നോക്കാം. എന്താണ് 57 ഇ? 57 ഡിയിൽ പിന്നെ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 57 ഡി കഴിഞ്ഞാൽ പുതുതായിട്ട് ഒരു വകുപ്പ് കൊണ്ടുവരികയാണ്, ന്യൂ സെക്ഷനാണ് 57 ഇ. അപ്പോൾ ഇതുവരെ ABCD വരെയുള്ളൂ 57. അത് കഴിഞ്ഞ് 57 ഇ വരിക, പുതിയ വകുപ്പാണ്. അത് കോപ്പറേറ്റീവ് റിവൈവൽ സ്കീം എന്നാണ് അതിന് പറയുന്നത്. റിവൈവൽ ഫണ്ട് സ്കീം, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നാണ് അതിന് പറയുക. ഇത് സഹകരണ പുനരുദ്ധാരണ ഫണ്ട് പദ്ധതി, സഹകരണ പുനരുദ്ധാരണ ഫണ്ട് പദ്ധതി, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. അതിനകത്ത് പറയുന്ന ഒന്നാമതായിട്ട് പറയുന്നത്, ദി ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം to be called the Cooperative Revival Fund Scheme for establishing a fund for the purpose of reviving societies which are weaker or remain in dormant position due to certain extraordinary situation by providing financial assistance subject to such terms and conditions to be specified in the scheme and shall be administered in such manner as may be prescribed. അതായത് സർക്കാരിന് ഗസറ്റ് വിജ്ഞാപനം വഴി അസാധാരണ സാഹചര്യം നിമിത്തം ദുർബലമായതോ സുഷുപ്താവസ്ഥയിലായതോ അതായത് ഡോർമെൻ്റ് ആയതോ ആയ സംഘങ്ങളെ പുനരുദ്ധരിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി പദ്ധതിയിൽ നിർദ്ദേശിക്കാവുന്ന അങ്ങനെയുള്ള അത്തരം നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീം എന്ന പേരിൽ ഒരു പദ്ധതി രൂപീകരിക്കാവുന്നതും നിർണ്ണയിക്കപ്പെട്ട പ്രകാരം അതിൻ്റെ ഭരണം നടത്തേണ്ടതുമാണ് എന്നാണ് ഈ 57 ഇ എന്ന് പറയുന്ന പുതിയ സെക്ഷൻ പറയുന്നത്. സഹകരണ പുനരുദ്ധാരണ ഫണ്ട് പദ്ധതിയെ പറ്റിയാണ് പറയുന്നത്.
ഇപ്പം നിലവിൽ നമുക്ക് കേരളത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ദുർബലമായിട്ടുള്ള കാണും, ചിലത് ഡോർമെൻ്റ് ആയിട്ടുള്ള കാണും. അങ്ങനെയുള്ള ചില സംഘങ്ങളെ പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ കൊടുത്ത് ചില നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും ഒക്കെ വിധേയമായിട്ട് ഈ ഒരു ഫണ്ട് സ്കീം രൂപീകരിക്കുകയാണ് അതിനെ പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി. അതിനാണ് സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീം. അങ്ങനെ ഒരു പുതിയ സെക്ഷൻ ഔദ്യോഗികമായിട്ട് സർക്കാരിന് ഗസറ്റ് വിജ്ഞാപനം വഴി ഇങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അത് 57 പറയുക. ഇനി അതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നു, ഒന്നാമത്തെ ക്ലോസാണ് ഇത് പറയുന്നത്. രണ്ടാമത് ഫണ്ടിലേക്ക്, ഈ ആ ഫണ്ട് എങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫണ്ടിലേക്ക് ഉള്ള എമൗണ്ടുകൾ എവിടുന്ന് സ്വരൂപിക്കാം എന്നുള്ളതാണ്. There shall be earmarked to the fund an amount which is not more than 50% of the reserve fund referred to in clause A of subsection 1 of section 56, and B not more than 50% of the agricultural credit stabilization fund set apart by agricultural credit societies from their net profit as and when required. C. Such fund that may be granted by government from time to time. And D. Any other amount which under the provisions of the scheme may be credited to the fund. അതായത് 56-ാം വകുപ്പ് 1-ാം ഉപവകുപ്പിലെ ഖണ്ഡത്തിൽ ആ ക്ലോസിൽ പരാമർശിക്കുന്ന തരത്തിൽ കരുതൽ ഫണ്ടിൻ്റെ 50% കവിയാത്ത ഒരു തുക. രണ്ടാമതായിട്ട് കാർഷിക വായ്പാ സംഘങ്ങൾ തങ്ങളുടെ അറ്റാദായത്തിൽ നിന്ന് മാറ്റുന്ന അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ 50% കവിയാത്ത തുക ആവശ്യമായി വരുമ്പോൾ. പിന്നെ മൂന്നാമതായിട്ട് സർക്കാർ കാലാകാലങ്ങളിൽ അനുവദിച്ചേക്കാവുന്ന അങ്ങനെയുള്ള ഫണ്ട്. കൂടാതെ നാലാമതായിട്ട് പറയുന്നു പദ്ധതിയിലെ വ്യവസ്ഥകൾ പ്രകാരം ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാവുന്ന മറ്റേതൊരു തുകയും നീക്കിവെക്കേണ്ടതാണ്. അപ്പോൾ ഈ പുതുതായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന 57 ഈ പ്രകാരം കൊണ്ടുവന്നിരിക്കുന്ന കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിലേക്ക് 56-ാം വകുപ്പിലെ 1-ാം വകുപ്പിൽ ഖണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന, അതായത് ക്ലോസ് എയിൽ പറഞ്ഞിരിക്കുന്ന റിസർവ് ഫണ്ടിനെ പറ്റിയാണ്. ആ റിസർവ് ഫണ്ടിൽ 50% കവിയാത്തൊരു തുകയും, പിന്നെ ACSF നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടിൻ്റെ കൂടെയുണ്ട് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടെന്നാണ് ACSF. അതിലേക്ക് കാർഷിക വായ്പാ സംഘങ്ങളാണ് അവരുടെ മറ്റാദായത്തിൽ നിന്ന് മാറ്റിയിട്ടുള്ള അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ 50% കവിയാത്ത തുക ആവശ്യമായി വരുമ്പോൾ. പിന്നെ സർക്കാർ കാലാകാലങ്ങളിൽ അനുവദിച്ചേക്കാവുന്ന ഫണ്ടുകൾ കൂടാതെ പദ്ധതിയിലെ വ്യവസ്ഥകൾ പ്രകാരം ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാവുന്ന മറ്റേത് ഒരു തുകയും എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതാണ് 57 പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വകുപ്പും അതിനോട് അനുബന്ധിച്ചുള്ള അതിൻ്റെ ഫണ്ടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 57 എന്ന് പറയുന്ന ഒരു പുതിയ വകുപ്പ് വരെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ മുതൽ കണ്ടു 32, 34 അല്ലേ, 34 എന്ന് പറയുന്ന ഒരു പുതിയ വകുപ്പ് മുതൽ തുടങ്ങി 57 എന്ന് പറയുന്ന ഒരു പുതിയ വകുപ്പ് വരെ നമ്മൾ പഠിച്ചു. ആ മാറ്റങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളിത് ശരിക്ക് കേട്ട് പല പ്രാവശ്യം കേട്ട് പഠിക്കുക. ഞാൻ ഓരോ ക്ലാസ്സിൽ ഇത് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഓടിച്ചങ്ങ് കേട്ടുപോയി കഴിഞ്ഞാൽ ഇത് പഠിക്കത്തില്ല. നിങ്ങളതുപോലെ ഇത് കുറിച്ച് വെക്കണം. അതുകൊണ്ടിത് സശ്രദ്ധം മനസ്സിലാക്കി പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ മാറ്റങ്ങൾ ഇതിനകത്ത് വന്നിട്ടുള്ള അമെൻഡ്മെൻറ്റ്സ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ
പുതിയ ബാക്കിയുള്ള ഭാഗങ്ങൾ, അടുത്ത മാറ്റങ്ങൾ എവിടെയെല്ലാമാണ് വന്നിരിക്കുന്ന അമെൻഡ്മെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കി പഠിക്കാം. അതുവരെ ഗുഡ് ബൈ.